ഹായ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുക വിചാരിക്കണം. അപ്പം കുറച്ച് ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം അതൊന്ന് ജസ്റ്റ് നിങ്ങളെയും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. സാധാരണ ഞാൻ വെജിറ്റബിളൊക്കെ വാട്ടിയിട്ട് അതിലോട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെ അരിയിട്ടിട്ട് വേവിക്കലാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ട്രൈ ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ നമ്മളെ സാധാ ചിക്കൻ ബിരിയാണിയും ബീഫൊക്കെ വെക്കുന്ന പോലെ ദമ്മിട്ടിട്ട് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. നിങ്ങളെ കമൻസും ഫീഡ്ബാക്കൊക്കെ നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യാനും ഒക്കെ എന്താ പറയുക, ഒരു മോട്ടിവേഷൻ എന്ന് പറയില്ല, അത് നിങ്ങളെ കമൻറ്റാണ്. നിങ്ങളെ കമൻറ്റും നിങ്ങളെ ലൈക്സൊക്കെ കാണുമ്പോൾ നമുക്ക് ആ വീഡിയോ എത്ര പേര് കാണുന്നുണ്ട്, എത്ര ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നും കൂടി എന്താ പറയുക മോട്ടിവേറ്റാണ് ഇത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ പറഞ്ഞു കേട്ടോ, ഈ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളോ അതുപോലെ വീഡിയോസ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ ഉള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഹൈ ലെവലൊന്നല്ല, നമ്മളിലുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട്. അതായത് ഇപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലിപ്പോൾ തൈരില്ല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണി. അതുകൊണ്ട് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരുപാട് സാധനങ്ങളൊന്നും ഇടാതെ ഉണ്ടാക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അത് പണ്ടത്തെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ ടേസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മളെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നല്ല ടേസ്റ്റ് കൂടും. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇന്നുണ്ടായത്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കാണുക. അപ്പോൾ അതിന് ഞാൻ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ഇതിലോട്ട് ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഇപ്പം ക്യാരറ്റ് ഉണ്ടായിരുന്നു, പൊട്ടാറ്റോ ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറി എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് കോളിഫ്ലവറും ഉണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ബീൻസ് ആഡ് ചെയ്യാം, അതേപോലെ എന്താ പറയുക ബ്രൊക്കോളി ആഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ, അത് പച്ചക്കറികൾ കഴിക്കാത്ത മക്കൾക്കൊക്കെ എത്രയോ നല്ലതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം അവർ പച്ചക്കറി കഴിക്കും ചെയ്യും. എന്നാൽ നമുക്ക് അവർക്ക് ടേസ്റ്റ് ബിരിയാണി എന്നൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ഇഷ്ടമാണല്ലോ കഴിക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഈ പച്ചക്കറി കഴിക്കാത്ത മക്കൾക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് പച്ചക്കറി കഴിക്കും ചെയ്യാം, നമ്മളെ ജോബും എളുപ്പമാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സാദാ ചോറ്, കറി, ഉപ്പേരി അതിനേക്കാളൊക്കെ ഈസി ഇങ്ങനത്തെ ബിരിയാണി ഐറ്റംസ്. അതാകുമ്പം ഒറ്റ ഒരു ഇതുകൊണ്ട് പണി കഴിയും. മറ്റേത് കറി ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം, ഫ്രൈ ചെയ്യണം. പക്ഷെ കഴിക്കാൻ എന്തുകൊണ്ടും ടേസ്റ്റ് നമുക്ക് നമ്മളെ സാദാ ചോറും മോരുകറിയും ഫിഷ് ഫ്രൈ ഉപ്പേരിയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളെ ജോലി നമുക്ക് എളുപ്പമാക്കാൻ ഇങ്ങനത്തെ ഒരു റെസിപ്പിയാണ്, നമ്മുടെ ജോലി പെട്ടെന്ന് തീരും കേട്ടോ. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ജോലി എളുപ്പമാവാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വിഭവങ്ങൾ ഉണ്ടാക്കലുണ്ടോ, ലാസ്റ്റ് അത് ടേസ്റ്റ് ഉണ്ടാവലുണ്ടോ ഉള്ളതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സാധാരണ ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇവിടെ സാധനങ്ങൾ, അതായത് ചിക്കനും ഫിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലോട്ടുണ്ട് ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ ചിക്കൻ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ. ചിക്കൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പച്ചക്കറി എടുക്കൂലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് സൈഡായിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ക്യാരറ്റും ഒണിയനൊക്കെ സുർക്കയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചെടുക്കുകയാണ്. ഇത് മിക്സിയിൽ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ മിക്സി ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ചതക്കണത്. പച്ചമുളകൊന്നും നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ നല്ലോണം കുത്തിയിട്ട് വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ നല്ലോണം ഉടഞ്ഞിക്കണം കേട്ടോ. അത് കഷ്ണങ്ങൾ വലുതായിട്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. മിക്സി ജാറ് കേടായതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പച്ചക്കറി ബിരിയാണിക്ക് എൻ്റെ റെസിപ്പി ഇങ്ങനെയാണ്. പക്ഷേ എൻ്റെ റെസിപ്പി ഇതിങ്ങനെയല്ല കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി നമ്മൾ ചെറിയ ജാറിലിട്ട് നല്ലോണം പേസ്റ്റ് ആക്കും. അതാകുമ്പോൾ ഒക്കെ നമ്മളെ വയറ്റിലെത്തുമല്ലോ. മറ്റേത് നമ്മളിത് പറക്കിയിടും. അങ്ങനെ കഷ്ണമായി കിടക്കുമ്പോൾ നമ്മളത് സെപ്പറേറ്റ് ഇടും. നമ്മൾ കറിവേപ്പിലൊക്കെ നമ്മൾ അരച്ചിടാതെ സെപ്പറേറ്റ് ഇടുമ്പോൾ നമ്മളെന്താ ചെയ്യുക, അതിൽ നിന്ന് പറക്കിയിടും. അതേപോലെയാണ് ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ അരിയലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതാ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ സ്പൈസസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇനിയിപ്പോൾ എന്തെങ്കിലും ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതൊന്നുമില്ല സംഭവങ്ങൾ വെച്ചിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു അബദ്ധം പറ്റിയത്, ഞാൻ കോളിഫ്ലവറൊക്കെ നല്ല വേവുള്ള സംഭവമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. പക്ഷെ അങ്ങനെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച പോലെയല്ല, കോളിഫ്ലവർ വേഗം വെന്ത്. അപ്പോൾ എന്താ ചെയ്ത്, നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ കോളിഫ്ലവറിൻ്റെ ഒരു പൊടി പോലും ചോറിൽ കാണാനില്ല, ഒക്കെ അരിഞ്ഞ് പോയിക്കണം.
അപ്പം ഏറ്റവും നല്ലത് നമ്മൾ കോളിഫ്ലവർ അങ്ങനത്തെ ഈ ക്യാപ്സിക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ലാസ്റ്റ്, അതായത് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലോണം വെന്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ഇത് ഞാൻ ആദ്യം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തപ്പം എല്ലാം ക്യാപ്സിക്കത്തിന് കോളിഫ്ലവറിൻ്റെ ഒന്നും ഒരു എന്താ പറയുക തുമ്പ് പോലും കണ്ടിട്ടില്ല നമ്മൾ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത്. അതാണ് ഉണ്ടായത്. അപ്പം ഇത് ശ്രദ്ധിച്ചോളൂ എല്ലാവരും. എനിക്ക് പറ്റിയ അബദ്ധമായിട്ട്, എനിക്ക് നിങ്ങൾക്കത് ഈ അബദ്ധം പറ്റിയെന്ന് വരില്ല. ഞാൻ പിന്നെ എന്തോ ഞാൻ ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്ത് അങ്ങനെ. ഇപ്പോൾ അതൊക്കെ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇവിടെ കഴുകിയെടുക്കാം. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ബസുമതിൻ്റെ അരിയില്ലേ, അതാണ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കാരണം എനിക്ക് പണി വേഗം കഴിയണം. മോന് നീക്കുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ എടുക്കലും പണിയും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പ പണിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ മറ്റേ നമ്മളെ നെയ്ച്ചോറ് വെക്കണം, അതിൽ പോട്ടിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ്. ഇത് ഞാൻ ഒറ്റ വിസിൽ വരുത്താൻ വിചാരിച്ചിട്ട് കുക്കറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാനിവിടെ കെറ്റിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുക്കർ വെച്ചിട്ട് കുറച്ച് ഓയിലും നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക അതും കൂടി ആഡ് ചെയ്ത് നല്ലോണം പൊട്ടി വരുമ്പം നമ്മൾ അരിയും കൂടി ഇട്ട് നല്ലോണം വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉള്ളി, കറിവേപ്പിലൊക്കെ ഇട്ടാൽ ചോറിന് കുറച്ച് ടേസ്റ്റ് കൂടിട്ടോ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഈ ഒരു നെയ്യാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. നേരത്തെ കണ്ടത് നിങ്ങൾ പച്ചക്കറി വാട്ടുമ്പോൾ കണ്ടത് വെജിറ്റബിൾ നെയ്യാണ്. അത് ഞാൻ പച്ചക്കറിൻ്റെ സംഭവം അങ്ങനെ ബ്രെഡ് അതിനൊക്കെ യൂസ് ചെയ്യില്ല. ഇത് നല്ലത് കുറച്ചിട്ടാൽ തന്നെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ് ഫ്ലേവറുമാണ്. അങ്ങനെ ഇപ്പോൾ അതാ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി നല്ലോണം ഇട്ട് വറുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ വറുത്ത് വെക്കുമ്പോൾ എന്തോ വേറിട്ട് നിൽക്കട്ടോ അരി. മറ്റേ ചിലക്ക് വെക്കുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കലാണല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ നിൽക്കാനാണ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. നല്ലോണം ഒന്ന് വറുത്ത് വരുമ്പോൾ ഇങ്ങനെ വറുത്ത് വെക്കുന്ന റൈസാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഒരിക്കലും പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടൂല. നമ്മളിങ്ങനെ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുക്കറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരി നമ്മൾ വറുക്കുമ്പോൾ കുറച്ച് അരികളൊക്കെ അടിയിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇളക്കിയിട്ട് ലാസ്റ്റ് വെള്ളം ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തതാണ്. ഒന്നായിട്ട് ഒഴിച്ചാൽ ഇപ്പോൾ നമുക്ക് അവിടെ പറ്റി പിടിക്കലോ വെച്ചിട്ട് ഞാൻ ആദ്യം ഇളക്കിയിട്ടാണ് പിന്നെ ലാസ്റ്റ് വെള്ളം ഒഴിച്ചെടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഞാൻ മാഗി ക്യൂബ് ഒരു കഷ്ണം ചേർത്തിട്ടുണ്ട്. ഒരു ഫ്ലേവർ കിട്ടാൻ. നമ്മൾ ചിക്കൻ ഇതൊന്നും ഇടണില്ലല്ലോ, അപ്പം കുറച്ച് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടതാണ്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും ഇട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ മതിയിട്ട് ഒരുപാട് നേരം നമ്മൾ വിസിൽ വെക്കൊന്നും വേണ്ട. ഒറ്റ വിസിൽ വന്ന് ആവി പോയി കഴിഞ്ഞ പാട് നമ്മൾ തുറക്കണം. കുറേ നേരം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് കഞ്ഞിയായി പോകും. അപ്പം നമ്മൾ ആവി പോയ പാട് കുക്കർ തുറക്കണം. അങ്ങനെ വെജിറ്റബിളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 1/2 കഷ്ണം തക്കാളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തൈരില്ല കേട്ടോ, ഞാൻ തൈരൊന്നും ആഡ് ചെയ്തിട്ടില്ല. തൈരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തന്നെ ഞാൻ പിന്നെ ആവശ്യമുള്ള മസാലപ്പൊടികൾ ഞാൻ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാലപ്പൊടി, ഈ 4 മസാലകളാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിലോട്ട് കപ്സ മസാല, മന്തി മസാല അതൊക്കെ ഇട്ടതിന് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഫ്ലേവർ കൂടും, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുക. ഞാനിപ്പം ബിരിയാണി മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, പക്ഷെ അതന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
മാഗി ക്യൂബ് നമ്മൾ ചെറിയൊരു കഷ്ണം ചേർത്തതുകൊണ്ട് തന്നെ ചിലപ്പം ഉപ്പ് കുറച്ചിട്ടാൽ മതിയാവും, ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യം വരില്ല. എന്നാലും കുറച്ച് ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഈ ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു വിസിൽ ഞാൻ വരുത്തിയിട്ടുണ്ട് കുക്കറിൽ. അതും ഇതിലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കൂട്ടുവട റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദമ്മിടലാണ്. പിന്നെ ഞാൻ അവസാനം കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വാട്ടുന്ന സമയത്ത് ചേർക്കാൻ മറന്നതാണ്. ദമ്മിടുന്ന കുറച്ച് മുന്നേ ഞാനത് ചേർത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതിന് കറിവേപ്പില ഇടാത്തത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞത് ആ റൈസ് ദമ്മിടലാണ്. ഞാനിപ്പോൾ അതാ ഒരു വിസിൽ വന്ന പാട് ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആവി പോയ പാട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം വെച്ചാൽ പിന്നെ നമ്മളെ റൈസ് ഒന്നിനും പറ്റില്ല. സംഭവം എന്ന് വെച്ചാൽ അരി നന്നായിട്ടില്ലെങ്കിൽ നമ്മളെ ചോറ് സത്യം പറഞ്ഞാൽ ഒന്നിനും പറ്റില്ല. വെന്തോ ഓവർ അലിഞ്ഞായാൽ കാണാൻ നമുക്കത് കഴിക്കാൻ തന്നെ തോന്നില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ തോന്നലുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ അതാ ദമ്മിടലും പരിപാടിയുടെ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഉള്ളി വാട്ടിയതും കിസ്മിസൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ടാൽ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനതൊന്നും ചെയ്തിട്ടില്ല, എളുപ്പപ്പണിയാണല്ലോ നമ്മളെ മെയിൻ. അങ്ങനെ അതാ ഒരു അരമണിക്കൂറോളം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞാലാണ് ഞാനിപ്പോൾ അത് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ട്, പിന്നെ ഞാൻ 2 കൈയും പോട്ടോണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഷേക്ക് ചെയ്യുക ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഇതാ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ട് ഇതിലോട്ട് ഞാൻ നല്ല സാലഡും കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ, താങ്ക് യു.